പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് അജിത് ഡോവലിനെ കുറിച്ചാണ്. ആരാണ് അജിത് ഡോവൽ? വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ ആണവായുധ പരീക്ഷണം നടത്തുന്ന 70കളിൽ അവരുടെ ഗവേഷണ കേന്ദ്രം കണ്ടെത്തുവാനായി 7ഓളം വർഷങ്ങൾ മുസ്ലിം വേഷത്തിൽ റിക്ഷ ഡ്രൈവറായും ഭിക്ഷക്കാരനായും ബാർബറായും പാകിസ്ഥാനിൽ ജീവിച്ച് ഒടുവിൽ പാകിസ്ഥാന്റെ ആണവായുധ വിവരങ്ങളെല്ലാം ചോർത്തിയെടുത്ത ഒരു ഇന്ത്യക്കാരനുണ്ട്, അജിത് ഡോവൽ. 88-ൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ സുവർണ ക്ഷേത്രത്തിൽ ആയുധങ്ങളുമായി അതിക്രമിച്ചു കയറി ഇന്ത്യയോട് വിലപേശവേ ക്ഷേത്രത്തിന് മുമ്പിൽ റിക്ഷ തൊഴിലാളിയായി സംശയാസ്പദമായി വേഷം മാറി നടന്ന് ഒടുവിൽ ഭീകരന്മാർക്ക് മനഃപൂർവ്വം പിടികൊടുത്ത് അവരുടെ അടുത്തെത്തി താൻ പാകിസ്ഥാന്റെ ഏജന്റ് ആണെന്നും ക്ഷേത്രം തകർത്ത ശേഷം അവരെയെല്ലാം പാകിസ്ഥാനിലേക്ക് കടക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസം കവർന്ന ശേഷം ക്ഷേത്രത്തിന്റെ അകത്തൊളിച്ചിരിക്കുന്ന ഭീകരന്മാരെ കുറിച്ചും ആയുധങ്ങളെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി ഇന്ത്യൻ ആർമിക്ക് വിവരങ്ങൾ കൈമാറുകയും അതോടൊപ്പം ക്ഷേത്രത്തിനകത്തെ ബോംബുകൾ കൊണ്ടുവന്ന പാക്ചാരനിൽ നിന്നും അവ വാങ്ങി കൈക്കലാക്കി നിർവീര്യമാക്കിയ ശേഷം ഭീകരന്മാർക്ക് കൈമാറി അവരുടെ എല്ലാ പ്ലാനുകളെയും തകർത്ത് കളഞ്ഞ ഒരാൾ അജിത് ഡോവൽ. മിസോറാമിൽ ഒളിപ്പോര് നടത്തിക്കൊണ്ടിരുന്ന ലാൽ ഡെങ്കയുടെ നാഷണൽ ഫ്രണ്ട് കൂട്ടത്തിലേക്ക് അവരിൽ ഒരാളായി കയറിപ്പറ്റിയ ശേഷം ഡെങ്കയുടെ 7 കമാൻഡുകളെ വകവരുത്തിയതും അയാളായിരുന്നു, അജിത് ഡോവൽ. 99-ൽ കാണ്ഡഹാർ വിമാന റാഞ്ചൽ സംഭവത്തിന് ഭീകരർ ആവശ്യപ്പെട്ട 41 തീവ്രവാദികളുടെ മോചനം എന്നത് അവരുമായി സംസാരിച്ച് 3 പേരായി ചുരുക്കിയതിന്റെ പിന്നിലും അയാൾ തന്നെയാണ്. പഞ്ചാബ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ റൊമാനിയൻ നയതന്ത്ര പ്രതിനിധിയെയും 2014-ൽ ഇറാഖിൽ ICS ഭീകരരുടെ പക്കൽ കുടുങ്ങിപ്പോയ 46 ഇന്ത്യൻ നഴ്സുമാരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ എത്തിച്ചതിന്റെ മാസ്റ്റർ ബ്രെയിനും മറ്റാരുമായിരുന്നില്ല. മണിപ്പൂരിൽ 18 ഇന്ത്യൻ ജവാന്മാരുടെ ജീവനെടുത്ത ഭീകരന്മാരെ മ്യാൻമറിൽ കയറി തീർത്തതും ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാനെ ഞെട്ടിച്ചും ഇന്ത്യ പകവിട്ടുമ്പോൾ അതിന്റെ അമരത്വം അയാളുണ്ടായിരുന്നു. ഇന്ത്യൻ യുവതികളുടെ നെറ്റിയിൽ നിന്നും മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരമായി പാക് മണ്ണിൽ നിന്നും 13 വ്യോമതാവളങ്ങളും 9 ഭീകര കേന്ദ്രങ്ങളും മാഞ്ഞുപോയതിന്റെ കാരണക്കാരനും അയാൾ തന്നെയായിരുന്നു. ഇപ്പോൾ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഭാഗമായുള്ള ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറപ്പു പറയുമ്പോൾ ജനങ്ങൾ ആ വാക്ക് വിശ്വസിച്ച് ആ കുറ്റവാളികൾക്കുള്ള അന്ത്യവിധിക്ക് കാത്തിരിക്കുന്നതും ആ മനുഷ്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പൊസിഷൻ അലങ്കരിക്കുന്നതുകൊണ്ടാണ്. അജിത് ഡോവൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരെ ശബ്ദമുയർത്തുന്നവരോട് ഒരു ദിവസം നീ നിൽക്കുന്നിടത്ത് വന്ന് നിന്നെ ഞാൻ ഇല്ലാതാക്കും, അന്ന് നീ മാപ്പ് ചോദിക്കരുത്, തരില്ല എന്ന ഡയലോഗുമായി അവരുടെ പിറകെ 1000 അജ്ഞാതന്മാരുമായി അയാളുണ്ട്. കമോൺ ഹീറോ. ജയ് ഹിന്ദ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.